യാക്കോബ് പാദാൻ ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു. അവിടെ ആ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു. യാക്കോബ് ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. ദ ഫസ്റ്റ് തിങ് ഹി ഡിഡ് വാസ്, അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദർ ഈസ് ഓൾവേസ് ഇൻ ദ ബിബ്ലിക്കൽ നാരറ്റീവ്സ് ദർ ഈസ് ഓൾവേസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഓക്യുപ്പൈങ് ദ ലാൻഡ് ആൻഡ് ഓഫറിങ് ദ സാക്രിഫൈസ്. അപ്പോൾ സാക്രിഫൈസ് ലാൻഡ് ഓക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഒരു മീൻസാണ്. ഒരു ദേശം നിങ്ങളുടെ നിയന്ത്രണത്തിലാകണമെങ്കിൽ നിങ്ങളവിടെ ബലി അർപ്പിക്കണം. അപ്പോൾ അതിനൊരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ എന്താണെന്ന് നമ്മൾ കാണാൻ പോകണം. എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈശോയെ പരീക്ഷിക്കുന്ന സമയത്ത് സാത്താൻ ഒരു പ്രസ്താവന നടത്തും. നമുക്ക് തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രസ്താവനയാണത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, 8-9. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 8 and 9 വായിക്കാം. വെയിറ്റ്. ജോൺ എബ്രഹാം, ചാക്കോ തോമസ്, മോഹൻ കുമാർ എന്ന് പറയുന്ന പോലെ വീണ്ടും പിശാജ് എന്ന് പറയുന്നൊരു പിശാജില്ല. വീണ്ടും അങ്ങനെയാണ്, മനസ്സിലായി? വീണ്ടും പിശാജ്. അപ്പോൾ അങ്ങനെ ഒരു പിശാജില്ല. വീണ്ടും അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. അല്ലെ കേൾക്കുന്നവർക്ക് അതെന്താന്ന് മനസ്സിലാകാത്ത. അപ്പോൾ വായിച്ചേ. വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം. ഇത് തന്നെ ഏർപ്പാടാ. ഈ ഭൂമി സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ വിധാതാവിനോട്, ക്രിയേറ്റർ ഗോഡിനോട് ക്രീച്ചർ പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ നീ സൃഷ്ടിച്ചതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. മനസ്സിലായല്ലോ? ഇത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇത് ഈശോയോടാണ് ഈ പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. യേശുവാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേഷൻ. ത്രൂ ഹിം എവരിത്തിങ് ഈസ് ക്രിയേറ്റഡ്. ആ ജീസസിനോട് സൈറ്റൻ പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ വാട്ട് എവർ യു ക്രിയേറ്റഡ് ഐ വിൽ ഗിവ് യു ബാക്ക്. സോ വാട്ട് ഇസ് ദ ലോജിക്? അപ്പോൾ ഈശോ പറയുന്നുണ്ടോ പന്നത്തരം പറയരുത്, വൃത്തികേട് പറയരുത്, നാണം ഉണ്ടോടാ നിനക്ക്? പറഞ്ഞോ? ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഈശോ കോൺട്രഡിക്റ്റ് ചെയ്തില്ല. ദാറ്റ് മീൻസ് ഹി അപ്രൂവ്ഡ് ഇറ്റ്. ദാറ്റ് മീൻസ് ഇതെല്ലാം ആരുടെ കയ്യിലാണ്? അപ്പോൾ അതെങ്ങനെ അവൻ്റെ കയ്യിലായി? അതാണ് അത് എങ്ങനെ അവൻ്റെ കയ്യിലായി ചോദിച്ചാൽ, എവിടെല്ലാം പിശാചിന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വർഷിപ്പ് നടക്കുന്നുണ്ടോ അതെല്ലാം സാത്താൻ്റേതായിട്ട് മാറും. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. എവിടെല്ലാം സാത്താന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വർഷിപ്പ് നടക്കുന്നുണ്ടോ അത് മുഴുവൻ സാത്താൻ്റേതായിട്ട് മാറും. അപ്പോൾ ലോകത്ത് അനേക രാജ്യങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ ദിസ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ സൈറ്റൻ. വൈ? ബിക്കോസ് ഡ്യൂ റെവറൻസ്, ഡ്യൂ വർഷിപ്പ് ഈസ് ഓഫേർഡ് ടു ഹിം ഓൺ എ ഡെയിലി ബേസിസ്. അത് പാപത്തിലൂടെ ആവാം, ദൈവനിഷേധത്തിലൂടെ ആവാം, അത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന സിസ്റ്റത്തിലൂടെ ആവാം, ദൈവത്തിന് പകരം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റുള്ള അവനവനെ തന്നെ ദൈവമാക്കുന്ന ആളുകളുടെ ലീഡർഷിപ്പിലൂടെ ആവാം. പല രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സൈറ്റന് ഒരു ഓണർഷിപ്പ് മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് യേശു അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ അവരോട് പറയുന്നത്, പിശാചുക്കളെ എവിടെ ചെന്നാലും ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഈസ് കാസ്റ്റ് ഔട്ട് ഡീമൻ. ആ അതോറിറ്റിയെ ബ്രേക്ക് ചെയ്യുക. ദൈവരാജ്യം വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമാൻമെൻറ്റിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതാണ്. എവിടെ ചെന്നാലും നമ്മൾ മനുഷ്യരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യം വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാൻ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഭയാനകമായ അറ്റാക്കാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്ന് കാലുകുത്തുമ്പോൾ അസാധാരണ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് സൈറ്റൻ റിറ്റാലിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആദ്യമൊക്കെ ഇതെന്താ സംഭവിക്കുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു അനുഭവം പറയാം. ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങളൊരു 5 പേര് ഉണ്ട്. നാട്ടിൽ നിന്ന് വണ്ടിക്ക് പോയി. അവിടെ എത്തി. ചെന്ന ദിവസം ഉച്ചയ്ക്ക് ചെന്നു. അപ്പോൾ ഒരു ദിവസം 2500 കിലോമീറ്റർ ഉണ്ട്. ഓൺ റോഡാണ് പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം വണ്ടിക്ക് പോയതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ മിഷണറി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്കൊരു 11 മണിക്ക് അവിടെ എത്തിയാൽ മതി. 1 hour ട്രാവലുണ്ട്. അപ്പോൾ 10 മണിക്ക് ഇറങ്ങിയാൽ മതി. കാരണം രാവിലെ ഈ കർഷകരാണ് ഇവരെല്ലാം വയലിൽ പോയി പാടത്ത് പോയി പണിയെടുത്തിട്ട് ഒരു 11 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അവരെല്ലാവരും ആ വീട്ടിൽ വരും. നമ്മൾ അന്നേരത്തിന് അവിടെ ചെന്നാൽ മതി, അല്ലെങ്കിൽ വില്ലേജിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ 10 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. ഞങ്ങൾ രാവിലെ 7:30 കുർബാനയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാനൊരു അരമണിക്കൂർ ഒന്ന് കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കിടന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് 3:30 മണി. ഇത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല. ഞാനങ്ങനെ ബോധം കെട്ടുറങ്ങുന്ന ഒരാളല്ല. ഉറങ്ങേണ്ട സമയത്ത് പോലും രാത്രി പലതവണ എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ, ദിസ് ഈസ് സംതിങ് നോട്ട് നോർമൽ. ഇപ്പം ഞാൻ ഇതെന്ത് സംഭവിച്ചു, ഇവന്മാരെ വല്ലതും കൊള്ളക്കാരും ഒന്ന് ഷൂട്ട് ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് ഇവരെവിടെയും നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു മുറിയും കൂടെ ഉള്ള ഒരു വാടക വീടാണത്. ആ മുറിയിൽ അവിടുത്തെ മിഷണറി അച്ഛനും ബാക്കി എൻ്റെ കൂടെ വന്ന 4 പേരും, അവരും ബോധം കെട്ട്, ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ, ശിഷ്യന്മാർ തളർന്നുറങ്ങുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടത്, തളർന്നുറങ്ങുന്നത് കണ്ടു. അപ്പം ഞാൻ ചെന്നിട്ട് ഇവർ കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്ത് പരിപാടിയാണിത്, 11 മണിക്ക് അവിടെ ചെല്ലണ്ടല്ലേ. അപ്പോൾ ഈ അവിടുത്തെ അച്ഛൻ ഉൾപ്പെടെ കണ്ണു തുറന്നിട്ട് പറയുകയാണ്, ഇതെന്ത് സംഭവിച്ചു, സമയം എത്രയായി? ഞാൻ പറഞ്ഞു, സമയം ഒന്നും ആയിട്ടില്ല, 3:30 ആയിട്ടുള്ളൂ, ഉച്ച കഴിഞ്ഞ്. അപ്പം ആ അച്ഛൻ എന്നോട് പറയുകയാണ്, അച്ഛാ, ദിസ് ഈസ് ദ തിങ്, അവിടെ പോവാൻ ഭയങ്കര പാടാണ്, അങ്ങോട്ട് ചെല്ലാൻ ഭയങ്കര പാടാണ്. ഇതതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം. ഈ സൈറ്റനിക് ഒപ്പോസിഷൻ നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല, കയറ്റാതിരിക്കാൻ പല പണിയും ചെയ്യുവാൻ. അപ്പോൾ ഇങ്ങനെ യുദ്ധം സാധാരണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നമ്മളത്, അതുകൊണ്ട് ഇതിന് പ്രിക്കോഷൻസ് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കോവിഡ് വന്ന് മരിച്ചുപോയൊരു സൈമൺ അച്ഛനുണ്ട്. അച്ഛൻ കോവിഡ് കാലത്ത് മരിച്ചുപോയ അച്ഛനാണ്. ഞാൻ സൈമൺ അച്ഛനെ വഴിയിൽ വെച്ച് ആകസ്മികമായി കാണുന്നു. അച്ഛൻ എന്നോട് പറയുന്നുണ്ട്, അനിലച്ച, അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് ഞാൻ അറിഞ്ഞു, ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സീറോ മലബാറിൽ ജനിച്ചു വളർന്ന് ലത്തീൻ സഭയിൽ ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ ഐ ഹാവ് എൻഡഡ് അപ്പ് ഇൻ മലങ്കര. അപ്പം എനിക്കതുകൊണ്ട് ഐ നോ എവരിതിങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ലിറ്റർജിയിൽ ബ്യൂട്ടിഫുള്ളായ ഒരു പവർഫുള്ളായ പ്രയറുണ്ട് അച്ഛൻ, അതുകൊണ്ട് ഏത് ഗ്രാമത്തിൽ കയറുന്നതിന് മുമ്പും യു നീഡ് ടു സേ ദാറ്റ് പ്രയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ലിറ്റർജിയിൽ 4 ദിക്കിലേക്കും കുരിശും കൊണ്ട് പിടിച്ചു നിന്ന് അച്ഛൻ ചൊല്ലുന്നൊരു പ്രയറുണ്ട്. അങ്ങനെ ആ സൈമൺ അച്ഛനാണ് എൻ്റെ ലിറ്റർജിയിലുള്ള, ഞങ്ങളുടെ ലിറ്റർജിയിലുള്ള ഈ പ്രയർ എനിക്ക് കാണിച്ചു തന്നത്. പ്രയർ എനിക്കറിയാം, ഈ പ്രയർ ഇതിനു വേണ്ടിയുള്ളതാണെന്ന്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിക്കുകളുടെ കെട്ടഴിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട്. അതൊരു ലേറ്റീവ് വെർഷനാണ്. അത് ഒരു അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം അച്ഛൻ ഇത് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാമത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങൾ 4 ദിക്കിലേക്കും തിരിഞ്ഞ് കുരിശുയർത്തി ദിക്കിൻ്റെ കെട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. ട്രമൻഡസായ ഡിഫറൻസാണ് ആ മോമെൻ്റ് മുതൽ ഉണ്ടാവുന്നത്. അതായത് അവിടേക്ക് ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് ഒപ്പോസിഷൻ ഇല്ല. നമ്മൾ വെറുതെ കാലുകുത്തുമ്പോൾ തന്നെ ജനത്തിൻ്റെ ഹൃദയം യേശുവിലേക്ക് ആകർഷിക്കപ്പെടും. അസാധാരണമായ വ്യത്യാസമാണ്. അതായത് പിടിച്ചു വച്ചിരിക്കുന്നൊരു ഫോഴ്സ് മാറി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് നമ്മൾ തിരിച്ചറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ ഞാനിത് പറഞ്ഞാൽ, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നത് മോസ്റ്റ്ലി ഫൈനാൻഷ്യലായ കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ മക്കളെക്കുറിച്ചാണ്. ആണോ? ആ, അതായത് നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങളുടെ മക്കളെ ആരോ പിടിച്ചുകൊണ്ട് പോവാണ്.
ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, പക്ഷെ ദിസ് ഈസ് എ റിയാലിറ്റി. നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന കുട്ടികളായിരുന്നു, നല്ല കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷെ നോക്കി നിൽക്കെ ഒരു കൗണ്ടർ കൾച്ചർ അവരെ പിടിച്ചുകൊണ്ട് പോവാണ്. പെട്ടെന്ന് അവരുടെ ലാംഗ്വേജ് മാറുന്നു, രീതി മാറുന്നു, നടപടികൾ മാറുന്നു, റെസ്പോൺസ് മാറുന്നു, അവരുടെ സംസാര രീതി മാറുന്നു, അവരുടെ പേഴ്സ്പെക്റ്റീവ് മാറുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ടെറിറ്റോറിയൽ ബോണ്ടേജ്, ടെറിറ്റോറിയൽ സ്പിരിറ്റ്. ഇതിനോട് മനുഷ്യന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഡിവൈൻ അസിസ്റ്റൻസ്. അതിന് ദൈവം തന്ന, ബിബ്ലിക്കലി ദൈവം തന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഓഫർ, സാക്രിഫൈസ് ആൻഡ് ലൂസൺ, റെഡ്യൂസ് ദ പവർ ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. ഹൃദയങ്ങൾ കീഴടങ്ങാൻ ബലിയോളം വലിയൊരു ആയുധം നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യര് മാറാൻ ബലിയോളം നല്ല ഒരായുധം നൽകപ്പെട്ടിട്ടില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിത് മനസ്സിലായ അനുഭവങ്ങൾ ഞാൻ പറയാം. ഒരനുഭവം, ഒരു അപ്പനും അമ്മയും ഒരു മകനെ കൂട്ടിക്കൊണ്ടുവന്നു. വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് സംസാരിക്കാവോ? ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ അസ്വാഭാവികമാണ് ഇവൻ്റെ പെരുമാറ്റം. അപ്പം അവൻ എന്നോട് പറയാണ്, ആ കേട്ടൻ്റെ പുറകിൽ ആരാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ആരാ? അപ്പം അവൻ പറഞ്ഞു, അച്ഛൻ്റെ ആ റൂമിൻ്റെ ആ ഡോറിൻ്റെ പുറകിൽ ആരാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ആരാ? എനിക്ക് തന്നെ പേടിയാവണം, കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതവൻ്റെ അസുഖമാണ്. ആദ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അപ്പം ആദ്യം പേടിച്ചു. ഞാൻ പോയി അതിൻ്റെ പുറകെ നോക്കുന്നു, ആരാ? അപ്പോഴാണ് അവൻ്റെ അപ്പൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അച്ഛൻ പേടിക്കണ്ട, ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ലവൻ. കാരണം അവൻ പറയുന്നത് ഗേറ്റിൻ്റെ അവിടെ ആരോ കൊല്ലാൻ നിൽപ്പുണ്ടെന്നാണ്. 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് അപ്പൻ്റെ അമ്മയുടെയും നടുക്കാണ്. രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേസല്ല ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛാ അത് കാണിച്ച് മടുത്തിട്ടാണ് ഞങ്ങളെന്നാൽ ഇനി പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചത്. അത് മടുത്ത് അതൊക്കെ ആദ്യത്തെ ഓപ്ഷൻസ് ഞങ്ങൾ ചെയ്താന്ന് പറഞ്ഞു, കുറേ പോയതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു 2007 കാലമാണ്. അപ്പം എനിക്ക് ഒട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അനുഭവമൊന്നുമില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ എൻ്റെ മുമ്പിൽ ഇതിന് സൊല്യൂഷനൊന്നും ഇല്ലല്ലോ, ഇതിനെങ്ങനെയാണ് പ്രാർത്ഥിക്കണ്ടേ ഇങ്ങനെ കേസുകളൊക്കെ വരുമ്പോൾ? അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പാവപ്പെട്ട മനുഷ്യർ പ്രാർത്ഥിക്കാൻ വൈകുന്നേരങ്ങളിൽ വരും. അവർ പള്ളിയിലിരിപ്പുണ്ട്. അവരോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നത്, ഞാനൊരു ചെറുപ്പക്കാരന് കൗൺസിലിംഗ് കൊടുക്കാൻ പോവാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. അപ്പോൾ അതിലൊരു മനുഷ്യൻ സാധാരണക്കാരനാണ്, ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കർത്താവ് പറഞ്ഞത്? ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മളെ സഹായിക്കുന്നത്. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, കുമ്പസാരിപ്പിച്ച് കുർബാന അർപ്പിച്ചാൽ ഇവൻ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, കുമ്പസാരിപ്പിച്ച് കുർബാന അർപ്പിച്ചാൽ ഇത് ശരിയാവുമെങ്കിൽ എൻ്റെ ഇടവക്കാരൊക്കെ എത്ര പണ്ടേ, നമ്മുടെ ഈ പൊട്ട ബുദ്ധിയിൽ നമ്മൾ അങ്ങനെ ആദ്യം എപ്പോഴും ഈ ഓപ്പോസിറ്റേ വരൂ. നിങ്ങൾക്ക് അങ്ങനെ ആണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് എപ്പോഴും അതേ വരും ആദ്യം. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, അതായിരുന്നു ഇതിൻ്റെ വഴിയെങ്കിൽ എത്ര പണ്ടേ ഈ വന്ന് പറഞ്ഞവനുൾപ്പെടെ നന്നായേ. പക്ഷെ ഒരു സെക്കൻഡ് തോട്ടിൽ ഞാൻ ചിന്തിച്ചു, കർത്താവ് പറഞ്ഞല്ലേ, നിസാരാക്കരുത്. അപ്പം ഞാൻ ആ മനുഷ്യൻ, ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായോ? കുറച്ച് നാളായച്ചാ. എന്നാൽ പിന്നെ ഇപ്പോൾ വാ കുമ്പസാരിക്കും. അങ്ങനെ അപ്പനും അമ്മയും ഈ മകനും വന്നു, കുമ്പസാരിച്ചു. കുറച്ച് സമയമെടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദേ ഇപ്പോൾ ഒരു 10 മണിയായി രാത്രി, നിങ്ങൾക്ക് തിരക്കുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല തിരക്കില്ല, നമുക്ക് കുർബാന അർപ്പിക്കാം. അപ്പോൾ രാത്രിയിൽ കുർബാന അർപ്പിച്ചു. ഒരു 45 മിനിറ്റ്. പ്രത്യേകിച്ച് മറ്റു പ്രാർത്ഥനകളൊന്നുമില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഇവരുടെ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് പറയുന്നൊന്നുമില്ല.
ഇൻറ്റൻഷൻ വെക്കുന്ന സമയത്ത് ഈ കുടുംബത്തിന് വേണ്ടി ഇൻറ്റൻഷൻ വെച്ച് ബലിയർപ്പിച്ചു. അവസാനം പോകാൻ നേരം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, പൊക്കോ, കർത്താവ് സഹായിക്കും, ധൈര്യമായിട്ട് പൊക്കോ. പ്രിയപ്പെട്ടവർ, ആ രാത്രി ഈ ചെറുപ്പക്കാരൻ സൗഖ്യപ്പെട്ടു. സോ ദിസ് വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടാവുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. അതായത് ഈ ചെറുപ്പക്കാരൻ ഒറ്റ രാത്രി കൊണ്ട്, ആ രാത്രി ആ ബലിയർപ്പണത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ സുഖപ്പെട്ടു. ഈ കഴിഞ്ഞ ഒരു മാസം അവിടെ കുറേ സെയിൻസിൻ്റെ റെലിക്സ് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾ വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദർ ഡാനിയൽ, ഡു യു റിമെമ്പർ മീ? ഇന്നലെ കണ്ടവരെ പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ. അവനും അവൻ്റെ പേരൻസും കൂടെ വന്നിട്ട് പറയുന്നു, വെച്ചാ ഞാനാണത്, പേരൊക്കെ പറഞ്ഞു. സോ ദർ ഈസ് ടെറിറ്റോറിയൽ സ്പിരിറ്റ്. ഇത് മനസ്സിലായോ? ഈ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള വഴിയാണ് സാക്രിഫൈസ്. ഇതാണ് ബിബ്ലിക്കലി നമ്മൾ ആദ്യം മുതൽ ഈ പിതാക്കന്മാരുടെ കാലം മുതൽ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന, സൂക്ഷ്മ വായനയിൽ കാണുന്ന ഒരു സത്യം. അപ്പോൾ എവിടെല്ലാം പിശാചിന് ആരാധന സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെല്ലാം പിശാച് ശക്തി പ്രാപിക്കും. അപ്പോൾ വർഷിപ്പ് കൊടുക്കുന്ന സ്ഥലത്തെല്ലാം പിശാച് ശക്തി പ്രാപിക്കുമ്പോൾ ആ പവറിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? ട്രൂ വർഷിപ്പ് നടത്തുക. ട്രൂ വർഷിപ്പ് സാക്രിഫൈസാണ്. അത് യേശുവിൻ്റെ കുരിശിലെ ബലിയാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരിക്കലും, ഞാൻ പറയുന്നത്, വിശുദ്ധ കുർബാനയെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ നമ്മൾ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈറ്റനിക് ഇൻവേഷനെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് ബലിയർപ്പിച്ചിട്ടാണ്. അതിൻ്റെ കാരണം യേശു കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയത് ഈ ബലിയർപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു വചനം പെട്ടെന്ന് വായിക്കാം. കൊളോസോസ് അധ്യായം 2 വാക്യം. കൊളോസോസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. കൊളോസോസ് 2 14 15 ഉറക്കെ വായിക്കാമോ? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. അതായത് എല്ലാ സാത്താന്യ അധികാരത്തെയും യേശു നിരായുധമാക്കിയത് യേശു കുരിശിൽ അവയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാലാണ് പൈശാചിക ശക്തികൾ കീഴടങ്ങുന്നത്. നമ്മൾ ബലി അർപ്പിക്കുമ്പോഴാണ് സാത്താൻ്റെ സ്വാധീനങ്ങൾ കുറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത കിട്ടിയാൽ, ഒന്നാമത്, ഞാൻ ബാക്കി എല്ലാ കുർബാനയുടെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് നമ്മൾ കയറും. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ദൈവം തരുന്ന അസാധാരണമായ പൈശാചിക ശക്തികളിൽ നിന്ന് ദൈവം തരുന്ന അസാധാരണമായ ഒരു പ്രൊട്ടക്ഷനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ നേടിയെടുക്കുന്നത് മറ്റൊരിടത്തും കിട്ടാത്തൊരു സംരക്ഷണമാണ്. എന്നെ ഇത് കർത്താവ്, സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ സത്യത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ദൈവം എന്നെ സ്പെയർ ചെയ്യുന്നത്, എന്നെ കൊല്ലാൻ പിശാച് പല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സർവൈവ് ചെയ്യുന്നത് തന്നെ ഞാൻ ഓർക്കാറുണ്ട് ഈ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പല രീതിയിലാണ് ജീവിതത്തിൽ ദൈവം ഓരോ ഘട്ടങ്ങളിലായിട്ട് പഠിപ്പിച്ചു തന്നത്. ഞാൻ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോവാണ്. അതായത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ഒരു കാര്യം എനിക്ക് ബോധ്യം കിട്ടിയത്, ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞ സംഭവം നടന്ന അതേ സാഹചര്യത്തിൽ, അതേ കാലയളവിൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനൊരു ട്രൈബൽ കോളനിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അവരുടെ കൂടെ വീടൊക്കെ വെച്ച് താമസിക്കുകയായിരുന്നു. ആ വീടൊക്കെ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്പുറത്തൊരു സ്ഥലത്ത് മാറി താമസിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും, എന്നെ ഒരു ചെറുപ്പക്കാരൻ ആ കോളനിയിൽ നിന്ന് വിളിച്ചു. അത് ട്രൈബൽ കോളനിയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് അന്ന് എനിക്ക് കുക്കില്ല, ആകെയുള്ളത് അടുക്കളയിലെ കുക്കറാണ്. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്താലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിക്ക്
ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇന്ന് ഞാൻ വളരെ നല്ല ഒരു കുക്കാണ്. അത് അല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സോ നമ്മൾ ജീവിതത്തിൽ ഈ അനേകം പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് അവസാനം പഠിച്ചെടുത്താണ്. അപ്പോൾ ഏതായാലും അന്ന് എനിക്ക് അപ്പോൾ ആകെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാം, എൻ്റെ ഭക്ഷണമൊക്കെ ഒത്തിരി കുറച്ചു. കാരണം ഭക്ഷണം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടയിൽ പോയി വാങ്ങണം, ഹോട്ടലിൽ പോയി വാങ്ങണം. പിന്നെ എന്നും പോയി ഹോട്ടലിൽ പോയി വാങ്ങാനൊക്കെ പോയി നിൽക്കുന്നതൊക്കെ ഒരു നാണക്കേടായതുകൊണ്ട്, ഇപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട്സ് പ്രശ്നമില്ല, നാട്ടിലൊക്കെ അതൊക്കെ ചമ്മല, ഇങ്ങനെ ഈ കടയിലൊക്കെ വാതിക്കലൊക്കെ പോയി നിൽക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു നേരം 2 നേരമൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ കുറച്ച്, പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സും ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് നന്നായിട്ട് വിശന്നു. ഞാൻ വിചാരിച്ചു മാനം നോക്കിയിട്ട് കാര്യമില്ല, വിശപ്പ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ആ ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു 3-4 ദോശയൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞുകൊണ്ട് വന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മനസ്സമാധാനത്തോടെ ഒന്ന് കഴിക്കാമെന്നോർത്ത് അതിങ്ങനെ ഒരു ഇലപ്പൊതിയാണ്, അതിങ്ങനെ അഴിച്ചു. ഞാൻ ഈ ഇലപ്പൊതി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൊതി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തുറന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൊതി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, ചുമ്മാ വെറുതെ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ചൂട് ദോശ ആ വാഴയിലേക്കകത്ത് നല്ല നല്ല മണമൊക്കെ ഉണ്ട് അതിന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചമ്മന്തിയും സാമ്പാറും പിന്നെ ഈ ഓംലെറ്റും അങ്ങനെ അത് ഏതാ കേട്ടില്ല, ആവി മുങ്ങും. അപ്പം അങ്ങനെ ഏതായാലും ഇത് ഞാനിങ്ങനെ കഴിക്കാൻ ഓർത്ത് അഴിച്ചതേ ഉള്ളൂ, ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഫോൺ എടുത്തിട്ട് എനിക്കറിയാം ഈ കോളനിയിൽ നിന്ന് ചെറുപ്പം, അച്ഛാ ഓടി വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വികാരിച്ചന് ബുദ്ധിയുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ എന്നെ വിളിച്ചിട്ട് പറയണം, അച്ഛൻ ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ. ഞാൻ പറഞ്ഞു ഇപ്പം എന്തിനാ വരുന്നേ, ദോശേനട്ടാ. അപ്പോൾ പറഞ്ഞു ഇല്ലില്ല അച്ഛാ ഈ താമസിക്കരുത്, ഇപ്പം തന്നെ വരണം. എന്താണ്? പിശാജ് ഇറങ്ങിയിട്ടുണ്ട്. പിശാജോ? പിശാജ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ട്. 18 പേരാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നീ വിശദീകരിച്ച എന്താ കാര്യം? അപ്പോൾ അവൻ പറഞ്ഞു അവൻ വല്ലാത്ത ലക്ഷണങ്ങൾ കാണിക്കുന്നു, അലറി വിളിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു, അവൻ വയലൻ്റ് ആവുന്നു, എല്ലാവരും പിടിച്ചിട്ട് നിൽക്കുന്നില്ല, അത് പിശാചാണ്. ഞാൻ പറഞ്ഞു നിന്നോടാര് പറഞ്ഞു? ഈ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒന്ന് പിശാചാണെന്ന് പറയാനുള്ള ഔദ്യോഗികമായ അധികാരം അങ്ങനെ ഉണ്ട്. അത് നിങ്ങൾ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയാൻ പാടില്ല. ഒരുത്തൻ വീട്ടിൽ ഭിക്ഷയ്ക്ക് വന്ന കഥ അറിയാം. ഒരുത്തൻ ഭിക്ഷയ്ക്ക് വന്ന ഭിക്ഷക്കാരൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അമ്മാ വല്ലതും തരണേ. അപ്പോൾ അകത്തുനിന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ലേന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇത്രയും വിളിച്ച് പിച്ചക്കാരൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ചേട്ടൻ വരുന്നത്. എന്താണ് ഇത്രയും വിളിച്ചുകൊണ്ട് പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്? ചേട്ടൻ്റെ വീടാണ്. അതെ. ആ മനസാക്ഷിയില്ലാത്ത തള്ള പറഞ്ഞു ഒന്നുമില്ലാന്ന്. ഭിക്ഷ ചോദിച്ചപ്പോൾ അവളങ്ങനെ പറഞ്ഞു ചോദിച്ചു. അവൾ പറഞ്ഞോ? പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇയാൾ മുറ്റത്ത് നിൽക്കുകയാണ്. കുടുംബനാഥൻ കസേരയിൽ കാലും കയറ്റി വെച്ച് അവിടെ ഇരിക്കുകയാണ്. 10 മിനിറ്റായി 15 മിനിറ്റായി ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അയാൾ പറഞ്ഞു ചേട്ടാ വല്ലതും തരണേ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു പിച്ചക്കാരനാന്ന് വിചാരിച്ച് എനിക്ക് തെറി പറയാൻ പറ്റത്തില്ല ഇയാൾ വിചാരിക്കരുത്. ഞാൻ നല്ല പുളിച്ച തെറി പറയുന്നു പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് പോയതാണ്. അവർ പറഞ്ഞതല്ലേ ഇവിടെ ഒന്നുമില്ല, ഞാൻ പോയതാണ്. അത് അവളല്ല ഇവിടെ അത് പറയേണ്ടത്. മനസ്സിലായോ? അതൊക്കെ പറയേണ്ട അതിൻ്റെ അധികാരം അത് എല്ലാവർക്കും ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് അത് പിശാചാണോ എന്ന് അത് ഞാൻ പറയണം. അപ്പം ഞാൻ പറഞ്ഞു അത് നീ അങ്ങ് പറയാൻ അതെങ്ങനെയാണ് നിനക്കറിയാവുന്നത് പിശാചാണെന്ന്? എടാ അത് ഞാൻ വെരിഫൈ ചെയ്യണം അത് പിശാചാണോ ഇല്ലയോ. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുരിശ് കാണിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അനുവാദമില്ലാത്ത 2ാമത്തെ കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. അത് ഈ കുരിശെടുത്ത് പിശാചിനെ കാണിക്കാൻ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എടാ അത് പിശാചല്ല. ഇപ്പം മൊത്തത്തിൽ നിൻ്റെ ഒരു അവതരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇവനെന്തെങ്കിലും സംഭവിച്ചാൽ ഇനി അച്ഛനായിരിക്കും ഉത്തരവാദി. ഞാൻ ദോശ മടക്കി
കാരണം മാനം പോകുന്നതിനേക്കാൾ വലുതല്ലല്ലോ ദോശ. അതുകൊണ്ട് ഞാൻ പോകാനായിട്ട് എഴുന്നേറ്റ്. ഇനിയിപ്പോൾ പൊക്കളയാം, പിശാചാന്ന് ഇവൻ ഉറപ്പ് പറയുകയാണ്. ഞാൻ ചിന്തിച്ചത്, എനിക്ക് ഈ പിശാചിനെ നേരിട്ട് യാതൊരു പരിചയമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പിശാചിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരാൾ വിളിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ദൈവമേ ഇതിന് എന്താണ് വഴി? കുറച്ച് പ്രാർത്ഥനയൊക്കെ എനിക്കറിയാം, പക്ഷേ പിശാചാണ്. പിശാചാവുമ്പോൾ നമ്മൾ മുൻകരുതലൊക്കെ എടുക്കണം. അപ്പം ഞാൻ, കുഞ്ഞൊരു പള്ളിയാണ് മിഷൻ പള്ളി, അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന എല്ലാ വിശുദ്ധ വസ്തുക്കളും എടുത്ത്, കൊന്ത, കാശുരൂപം, എല്ലാ സാധനവും എടുത്ത് എൻ്റെ ഈ പോക്കറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ശ്രീലങ്കക്കാർ ഞാൻ വരുന്ന കണ്ടിട്ടുണ്ട്, ശ്രീലങ്കക്കാർ ഫ്ലൈറ്റിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീലങ്കക്കാർ എന്നോട് ക്ഷമിക്കണം. അതായത് ഞാൻ ഒരു ശ്രീലങ്കക്കാരൻ പോകുന്ന കണ്ടു ഒരിക്കൽ. അയാൾ ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഈ വെയിറ്റ് ഒരുപാടുള്ളതുകൊണ്ടേ ഈ വെയിറ്റ് നമ്മൾ ഈ പെട്ടിക്കകത്ത് കൊള്ളാത്തതുകൊണ്ട് പുള്ളി ഒരു 15 ഉടുപ്പ് പുള്ളി ഇട്ടു, ഒരു 9 പാൻറ്റും ഇട്ടു. എന്നിട്ട് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ഇവ ഇങ്ങനെ വരുന്നത് ഒരു വീപ്പൊക്കറ്റ് വരുന്നവൻ. അപ്പോൾ അതുപോലാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ സാധനവും എടുത്തു. അവിടുന്ന് മണിയൊന്നും എടുത്തില്ല, മറ്റ് ഐറ്റംസൊക്കെ എല്ലാം എടുത്ത് പോക്കറ്റിലിട്ടിട്ട്, എന്നിട്ടും എനിക്കൊരു സമാധാനമില്ല. കാരണം പിശാചല്ലേ. അപ്പം എനിക്ക് തോന്നി വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോകാം. അപ്പം അതാവുമ്പോഴത്തേന് കുറച്ചുകൂടെ ഈ മറ്റേതിനേക്കാളൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നോർത്തിട്ട്, ഈ അച്ഛന്മാർക്ക് ഈ ഭാഗത്ത് അകത്തൊരു പോക്കറ്റുണ്ട്. ഇപ്പോൾ കാണിക്കാൻ നിവൃത്തിയില്ല, ഇപ്പം ഇതിനകത്താണ്. ഇതിനകത്തൊരു ഉണ്ട് സിസ്റ്റർ, ഉണ്ട്, സത്യമായിട്ടുണ്ട്. സിസ്റ്ററിന് വിശ്വാസം വരുന്നില്ല. ഉണ്ട്. അതെന്തിനുള്ളതെന്നറിയാം? എന്തിനുള്ളതാ? വിശുദ്ധ കുർബാന വെച്ചുകൊണ്ട് പോകാനുള്ളതാണ്. അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് രോഗികൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇതിനകത്തൊരു പോക്കറ്റുണ്ട്. കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ഇതിനകത്ത് അങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ ചെറിയൊരു പിക്സിനകത്ത് വിശുദ്ധ കുർബാന എടുത്ത് വെച്ച് ഈ അകത്തെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് ഞാൻ പോവാണ്. ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഈ മണ്ടൻ ആ പഞ്ചായത്തിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവൻ പറയാണ്, അച്ഛൻ വരും. അച്ഛൻ വന്നാൽ പിന്നെ കളി മാറും. അവൻ ആവശ്യമില്ലാത്ത ഹൈപ്പെല്ലാം കൊടുത്ത് ആളുകളെല്ലാം വന്ന് അച്ഛൻ വരാൻ വേണ്ടി നോക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട്. മറ്റേത് ഇടവക്കാരുടെ മുമ്പിൽ മാത്രം മാനം കെട്ടാൻ മതിയായിരുന്നു. ഇതിപ്പോൾ നാട്ടുകാരുടെ മുമ്പിലൂടെ മാനം കെടാൻ പോവാണ്. സത്യമായിട്ടും എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ചെയ്യേണ്ടതെന്ന്. ഞാനിങ്ങനെ ഈ കേസുകൾ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ട്യൂബ്ലൈറ്റൊക്കെ കെട്ടി ഒരുത്തനെ ഈ കോളനിയിൽ തുറസായ സ്ഥലത്ത് ഒരു കസേരയെ പിടിച്ച് കെട്ടി ഒരു 10-15 പേര് അവൻ്റെ ചുറ്റിനും നിന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അലറുന്നു, അലമറയിടുന്നു. എന്ത് സംഭവിക്കട്ടെ, ഇനി വേറെ വകുപ്പൊന്നുമില്ല, ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പതുക്കെ നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനിങ്ങനെ ഇരിക്കുന്നവൻ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ നോക്കി. അവൻ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവൻ അലറി വിളിച്ചിട്ട് അവൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിന്നിട്ട് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, മാറ്റടാ. എന്ത് മാറ്റാൻ? എനിക്ക് മനസ്സിലായി, ഇവന് പേടിയുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു, മാറ്റത്തില്ലടാ. വേറെ എന്ത് മാറ്റിയാലും ഇത് ഞാൻ മാറ്റത്തില്ല. എന്നെ കർത്താവ് എൻ്റെ മാനം പോവാതെ എന്നെ സഹായിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അവൻ സ്വതന്ത്രനായി. ആ നാട്ടിൽ എനിക്ക് വലിയ വിലയുണ്ടായി. പിന്നെ അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധ കുർബാനയെ പിശാചിന് ഭയമാണെന്ന് വ്യക്തിപരമായി. ഇതൊന്നും ഡോക്ട്രിനായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലായി ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന യേശുവിനെ പിശാചിന് ഭയമാണ്.